കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ നയതന്ത്ര ചരിത്രത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. പോപ്പ് ഗായിക റിയാന ട്വിറ്ററിലിട്ട 1/2 ഡസൻ വാക്കുള്ള കുറിപ്പിനോട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചു. ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രതിനിധിയല്ലാത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് മറുപടി നൽകേണ്ടി വന്നത് അസാധാരണം തന്നെ. ഇതാണ് റിയാനയുടെ ട്വീറ്റ്. നാം എന്താണ് ഇന്ത്യയിലെ കർഷക പ്രക്ഷോഭത്തെപ്പറ്റി സംസാരിക്കാത്തത് എന്ന് CNN-ൽ വന്ന റിപ്പോർട്ട് ചൂണ്ടിയായിരുന്നു ട്വീറ്റ്. ട്വിറ്ററിൽ റിയാനയ്ക്ക് 10 കോടി അനുഗാമികളുണ്ട്. അവരുടെ ട്വീറ്റ് പെട്ടെന്ന് തന്നെ പടർന്നു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, US വൈസ് പ്രസിഡന്റിന്റെ മരുമകൾ മീന ഹാരിസ് എന്നിങ്ങനെ ആ പട്ടിക നീണ്ടു. इंडियन कैनेडियन कॉमेडियन और आर्टिस्ट लिली सिंह, जलवायु परिवर्तन के मुद्दे से जुड़े कई नाम जैसे ग्रेटा थनबर्ग, वेनेसा नकाते, एलिजाबेथ वातोहुती, इन सब ने भारत में चल रहे किसान आंदोलन को लेकर ट्वीट किया। कैलिफोर्निया से अमेरिकी रिप्रेजेंटेटिव जिम कोसिटा, अमेरिकी अभिनेता जॉन क्यूसेक और ब्लॉगर अमेंडा सेर्नी ने भी ट्वीट किया है। ब्रिटेन की संसद में किसान आंदोलन और प्रेस की आजादी को लेकर बहस हो सकती है। लेबर और कंजर्वेटिव सांसदों ने भी इस पर चलाई गई एक याचिका को सपोर्ट किया है. രാഷ്ട്രീയക്കാർ, സാംസ്കാരിക പ്രവർത്തകർ വിഷയം ഏറ്റുപിടിച്ച് കർഷകർക്കായി അണിനിരന്നവരിലേറെയും പുതുതലമുറയെ സ്വാധീനിക്കാൻ പോന്നവരാണെന്നത് ശ്രദ്ധിക്കുക. ഒരൊറ്റ ട്വീറ്റിൽ ലോകമാകെ ഇന്ത്യയിലേക്ക് നോക്കാൻ തുടങ്ങി. ട്വിറ്ററിൻ്റെ കരുത്ത്. അവിടെ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും മറ്റും അത് പടർന്നു. ഇന്ത്യയുടെ മുഖം വികൃതമാക്കിയത് ഈ കുറിപ്പുകാരോ അതോ കർഷകരെ ചതച്ചരയ്ക്കുന്ന സർക്കാരോ? മോദി സർക്കാരിന് വേണ്ടി ആദ്യം പോരിനിറങ്ങിയത് നടി കങ്കണ റണൌട്ട്. റിയാനയെ വിഡ്ഢി എന്നും കർഷകരെ ഭീകരരെന്നും വിളിച്ച് കുറിപ്പിട്ട കങ്കണയുടെ ട്വിറ്റർ നീക്കം ചെയ്തു. ഇതെല്ലാം ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയെന്നാവും കങ്കണയുടെ ചിന്ത. ഇതിനു പുറമെ സിനിമയിലെയും ക്രിക്കറ്റിലെയും താരങ്ങൾ കർഷകരെ അവഗണിച്ച് കങ്കണയ്ക്കൊപ്പം ചേർന്നു. അപ്പോഴേക്കും റിയാനയുടെ ട്വീറ്റ് ലോകമെങ്ങും പടർന്നിരുന്നു. റിയാനയ്ക്ക് മുൻപും കർഷക പ്രക്ഷോഭത്തോട് വിദേശ താരങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നതാണ്. ബോളിവുഡും സച്ചിൻ ടെണ്ടുൽക്കറും സർക്കാർ വിധേയത്വം കൊണ്ടാണ് ശ്രദ്ധേയരായത്. കനേഡിയൻ പൗരനായ നടൻ അക്ഷയ് കുമാറും. ഒരേ പകർപ്പിൽ നിന്നുണ്ടാക്കിയ ട്വീറ്റുകൾ സംഘടിത നീക്കത്തിന്റെ സൂചന. ഇതിനിടക്കാണ് വിദേശകാര്യ വകുപ്പ് പ്രതികരണം ഇറക്കുന്നത്. ഇതുകൂടിയായപ്പോൾ വിദേശ മാധ്യമങ്ങളും വിഷയം ഏറ്റെടുത്തു. റിയാനയുടെ ട്വീറ്റും അതിനെ ചൊല്ലിയുള്ള ബഹളവും 2 ഫലങ്ങളുണ്ടാക്കി. ഒന്ന്, പ്രശ്നം അനേക ലക്ഷം ഇരട്ടിയായി ലോകമെങ്ങും മുഴങ്ങി. 2, കർഷക വിരുദ്ധരുടെ നിലവാരം തുറന്നു കാട്ടപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് വിദേശത്തെ പലരും അതിനെ വിമർശിച്ചിരുന്നു. അന്ന് ഇന്ദിര സർക്കാർ പ്രതികരിച്ചതും ഇപ്പോൾ മോദി സർക്കാർ പ്രതികരിച്ച പോലെയായിരുന്നു. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന്. കർഷക വിരുദ്ധരുടെ കൂട്ടത്തിൽ ടെണ്ടുൽക്കറെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടവരുണ്ട്. ഡെക്കാൻ ഹെറൾഡ് പത്രം സ്പീക്ക് ഔട്ട് പങ്ക്തിയിൽ താരത്തിന്റെ മനോനില വിവരിച്ചു. സ്വന്തം ജീവിതം സുരക്ഷിതമായതിനാൽ ഇത്തരക്കാരെ പ്രതിഷേധത്തിനൊന്നും കിട്ടില്ല എന്ന് ജോൺ ഗ്രിഷം പറഞ്ഞതാണ് പത്രം എടുത്തുകാട്ടിയത്. സർക്കാർ പറയുന്നതിനപ്പുറം കാണാനോ കേൾക്കാനോ തയ്യാറില്ലാത്തവർക്ക് കർഷക പ്രക്ഷോഭത്തിന്റെ അർത്ഥം അറിയില്ല. അവർക്കത് സ്വൈരജീവിതത്തിന് മുന്നിലെ തടസ്സം മാത്രം. എന്നാൽ ജീവിതം തന്നെ സന്നിഗ്ധാവസ്ഥയിലായ കർഷകരുടെ കാര്യമോ? ജീവിതം വഴിമുട്ടിക്കാനും തൊഴിൽ കോർപ്പറേറ്റുകളുടെ കാരുണ്യത്തിലേക്ക് തള്ളിവിടാനും പോന്ന നിയമങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി മാസങ്ങളോളം പ്രതിഷേധിച്ചു. അടിച്ചമർത്തലും ചർച്ചാപ്രഹസനവുമല്ലാതെ സർക്കാർ ഒട്ടും വഴങ്ങിയില്ല. പ്രതിഷേധിച്ചയാളെ ബൂട്ട് കൊണ്ട് മുഖത്ത് ചവിട്ടുന്ന രംഗം ലോകം കണ്ടു.
പോലീസിനെ നിഷ്ക്രിയരാക്കി ഗുണ്ടകളെ ഇറക്കിയത് കണ്ടു. ശത്രുക്കളോട് എന്ന പോലെ യുദ്ധസന്നാഹമാണ് സർക്കാർ നടത്തിയത്. കർഷകരുടെ വരവ് തടയാൻ മുള്ളുവേലികളും ബാരിക്കേഡും കിടങ്ങും റോട്ടിൽ ആണിയുമെല്ലാം വെക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെപ്പറ്റി പോലും ചിന്തിച്ചില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനകീയ പ്രതിഷേധത്തെ നേരിടുന്ന രീതി. CNN പോലുള്ള വിദേശ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയപ്പോഴാണ് റിയാനയുടെ ട്വീറ്റ് വരുന്നത്. അപ്പോൾ വാർത്തക്കും ട്വീറ്റിനും ബാരിക്കേഡ് തീർക്കലായി. സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്ക് പിന്തുണയുമായി കുറേ താരങ്ങളും വിധേയ മാധ്യമങ്ങളും എത്തുകയും ചെയ്തു. സീ ന്യൂസ് ചോദിച്ചു, അമേരിക്കൻ പോപ്പ് ഗായികക്ക് ഇന്ത്യൻ കർഷകരുടെ പ്രശ്നത്തിൽ എന്ത് കാര്യമെന്ന്. दुनिया भर में मशहूर इंटरनेशनल पॉप स्टार रिहाना अब किसान आंदोलन के समर्थन में उतर आई हैं। जी हां, इसके बाद अब सवाल ये खड़े हो रहे हैं कि अमेरिका की पॉप स्टार का भारत के किसान आंदोलन से क्या संबंध है। लेकिन कौन है रिहाना, कैसे वो इतनी बड़ी पॉप स्टार बनी, इससे पहले कब रिहाना विवादों में आई और भारत के खिलाफ इंटरनेशनल दुष्प्रचार का हिस्सा क्यों बनी, अब आप ये रिपोर्ट देखिए. റിപ്പബ്ലിക് ടിവിയും വെറുതെ ഇരുന്നില്ല. ഇന്ത്യ സർക്കാരിന്റെ പ്രസ്താവനയ്ക്ക് പുറമെ അർണബ് ഗോസ്വാമിയുടെ സ്വന്തം പ്രസ്താവന കൂടി വാർത്തയാക്കിയാണ് അവർ പോരിനിറങ്ങിയത്. Public media networks editor-in-chief Arnab Goswami has issued his statement on what is going on at the moment. The story is on Republic World. It's open behind me right now. Let me scroll down. We've also tweeted out his view. Arnab says, I bet Rihanna doesn't know the full form of MSP. It is both frightful and appalling that some semi-literates are propping her up as a farmer's leader. So Rihanna is the new farmer's leader. He adds, we don't need Rihanna, Greta or Lily Singh to tell us how to run our country. We have an elected government. The unelectables are showing their frustration by supporting the foreign hand. And he concludes, 20 unelectables on Twitter have decided that Rihanna is their chosen leader. റിയാനയുടെ വിമർശനം മാത്രം കാണുകയും അതിന് കാരണമായ അടിച്ചമർത്തൽ കാണാതിരിക്കുകയും ചെയ്യുന്ന വിധേയ മാധ്യമങ്ങൾ സ്വതന്ത്ര മാധ്യമങ്ങളെ ഇടക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നാകും. मैंने दुनिया के बड़े बड़े जो वॉर जोन्स हैं, जो युद्ध के मैदान हैं, मैंने वो कवर किए हैं. मैं अफगानिस्तान गई हूँ, मैं इराक गई हूँ. आखिरी बार मैंने इस तरह की जो बैरिकेडिंग देखी थी वो काबुल में देखी थी. आप ये सोच रहे होंगे कि ये चीन और भारत का बॉर्डर है. कभी आप सोच रहे होंगे कि क्या ये भारत और पाकिस्तान का बॉर्डर है. लेकिन ये बॉर्डर है भारत की सरकार और भारत के किसानों के बीच. तो यहाँ गाजीपुर बॉर्डर पर हम जब प्रोटेस्ट साइट पर पहुँचने की कोशिश कर रहे थे, जो सीधा रास्ता है वो पुलिस ने रोक रखा है. अब आप ये देखिए कि फिलहाल ये बीच में एक बड़ी खाई खोद दी है और ये आम नागरिक, उन्हें कितनी परेशानी हो रही है ये आप देख सकते हैं कि आम नागरिक जो हैं वो भी ढंग से उतर नहीं पा रही हैं. बुजुर्ग महिलाएं हैं. किस तरह से उम्मीद की जा रही है कि ये गड्ढे को पूरा पार करके कौन सी ताकत का जो है वो प्रदर्शन करे नागरिक. ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഭരണകൂടം. ഈ യുദ്ധസന്നാഹമല്ലേ ട്വീറ്റുകളെക്കാൾ നമ്മെ നാണം കെടുത്തേണ്ടത്? തടസ്സമെല്ലാം ഉണ്ടാക്കിയിട്ട് പറയും ചർച്ചക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന്. ആണി തറച്ച സ്ഥലത്ത് ചർച്ചയ്ക്കിരുന്നോളൂ എന്ന് നിർദ്ദേശിക്കും. അടിച്ചൊതുക്കിയും തടസ്സപ്പെടുത്തിയും തീവണ്ടികൾ വഴിമാറ്റിയും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും വാർത്ത തടഞ്ഞും കർഷക നേതാക്കളെ വേട്ടയാടിയും ഗുണ്ടകളെ അഴിഞ്ഞാടാൻ വിട്ടും അവശ്യ വസ്തുക്കളുടെ നീക്കം വിലക്കിയും സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പുറം ലോകം അതെല്ലാം കാണുന്നുണ്ട് എന്നറിയണം. മുൻപ് ഏതാനും മാധ്യമങ്ങൾ മാത്രം പ്രധാനമായി കണ്ട കർഷക പ്രക്ഷോഭം ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു. ഇതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണമോ? ഗ്രേറ്റയ്ക്കെതിരെ രാജ്യദ്രോഹ കേസ്, അതും നമ്മുടെ അന്തസ്സ് കൂട്ടുകയല്ല ചെയ്യുന്നത്. ഗ്രേറ്റ ഏതായാലും വഴങ്ങുന്നില്ല. എല്ലാം ഗൂഢാലോചന എന്ന പതിവ് മന്ത്രവുമായി വലതു മാധ്യമങ്ങൾ രംഗത്തുണ്ട്. കർഷക പ്രക്ഷോഭം കൊണ്ടൊന്നും ഉണരാത്ത സർക്കാർ ഒരൊറ്റ ട്വീറ്റിൽ ഞെട്ടിയുണർന്നതിനെപ്പറ്റി കാർട്ടൂണിസ്റ്റ് സുബ്ഹാനി. പക്ഷേ സർക്കാർ പക്ഷ പ്രതികരണങ്ങൾ കൂടുതൽ വിമർശനം വിളിച്ചു വരുത്തുകയാണ്. BBC-യിലും മറ്റും കർഷക പ്രക്ഷോഭത്തോടൊപ്പം റിയാനയുടെ ട്വീറ്റും വാർത്തയാണ്. Came out in support of protesting Indian farmers.
One of them being global pop sensation Rihanna, who stirred up controversy with a tweet supporting the farmers striking over a contentious new agriculture law. ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിലേക്കെന്ന് മെഹദി ഹസൻ. Posted this viral tweet. Why aren't we talking about this? Hashtag farmers protest, with a link to a CNN article about the Indian government shutting down the internet around the capital, New Delhi, where there have been largely peaceful protests by farmers, some violent. The Indian government's reaction or overreaction to Rihanna's tweet didn't really help their cause. The foreign ministry huffed government response to the protests that should concern us. Everyone from the United Nations to international human rights groups have urged Modi to respect peaceful protests, though it's worth pointing out that Amnesty International can't even operate in India anymore. And journalists covering the protests have been arrested, and the farmers themselves have been smeared as anti-national, as foreign-backed, as enemies of the state. And by the way, unlike in the US, where Hollywood stars were front and center in the hashtag resistance to Trump, in India, Bollywood stars have lined up behind Modi. അതെ, ഇന്ത്യ ലോകോത്തര വാർത്തയാണ്. കർഷക പ്രക്ഷോഭത്തിൻ്റെ പേരിൽ, അടിച്ചമർത്തലിൻ്റെ പേരിൽ, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ പേരിൽ.